വചനം 49 വാക്കർത്ഥം. ഖുൽ, നീ പറയുക, യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ, ഇന്നമാ അന, നിശ്ചയമായും ഞാൻ, ലക്കും, നിങ്ങൾക്ക്, നദീറുൻ, ഒരു താക്കീതുകാരൻ തന്നെ, മുബീൻ, വ്യക്തമായ, സ്പഷ്ടമായ. ഖുൽ യാ അയ്യുഹന്നാസു ഇന്നമാ അന ലക്കും നദീറും മുബീൻ. നബിയെ പറയുക, ഹേ മനുഷ്യരെ, നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ ഒരു താക്കീതുകാരൻ മാത്രമാണ്. വചനം 50 വാക്കർത്ഥം. ഫല്ലദീന, എന്നാൽ യാതൊരു കൂട്ടർ, ആമനു, അവർ വിശ്വസിച്ചു, വ അമിലു, അവർ പ്രവർത്തിക്കുകയും ചെയ്തു, അസ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ, ലഹും, അവർക്കുണ്ട്, മഗ്ഫിറത്തുൻ, പാപമോചനം, വരിസ്കുൻ, ഉപജീവനവും ആഹാരവും, കരീം, മാന്യമായ. فالذين آمنوا وعملوا الصالحات لهم مغفرة ورزق كريم. എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് പാപമോചനവും മാന്യമായ ഉപജീവനവും ഉണ്ടായിരിക്കും. വചനം 51 വാക്കർത്ഥം. വല്ലദീന, യാതൊരു കൂട്ടരാകട്ടെ, സഔ, അവർ പരിശ്രമം നടത്തി, അഥവാ കുഴപ്പത്തിന് പരിശ്രമം നടത്തി, ഫി ആയാത്തിന, നമ്മുടെ ലക്ഷ്യങ്ങളിൽ, മുആജിസീന, തോൽപ്പിക്കാമെന്ന് നടിക്കുന്നവരായി, അസാധ്യപ്പെടുത്തുവാൻ നോക്കുന്നവരായി, ഉലായിക്ക, അക്കൂട്ടർ, അസ്ഹാബുൽ ജഹീം, നരകത്തിൻ്റെ ആൾക്കാരാണ്. والذين سعوا في آياتنا معاجزين أولئك أصحاب الجحيم. നമ്മെ തോൽപ്പിക്കാമെന്ന് നടിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങളിൽ കുഴപ്പമുണ്ടാക്കുവാൻ പരിശ്രമം നടത്തുന്നവരാകട്ടെ, അവർ നരകത്തിൻ്റെ ആൾക്കാരുമത്രേ. 49 മുതൽ 51 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. ശിക്ഷയും പ്രതിഫലവും ഒന്നും തന്നെ എൻ്റെ കയ്യിലില്ല, അതെല്ലാം അള്ളാഹുവിൻ്റെ കയ്യിൽ മാത്രമാണ്. ഞാൻ അവൻ്റെ കൽപ്പന പ്രകാരം നിങ്ങളെ താക്കീത് ചെയ്യുവാൻ വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ടവനത്രേ. ഈ താക്കീത് സ്വീകരിക്കുന്ന പക്ഷം നിങ്ങൾക്കു ലഭിക്കുന്ന നേട്ടവും, അള്ളാഹുവിനെ തോൽപ്പിക്കാമെന്നുള്ള ഭാവത്തിൽ അവൻ്റെ ലക്ഷ്യങ്ങളെ ധിക്കരിക്കുന്ന പക്ഷം അതിന് ശിക്ഷയും ഇതാ ഇപ്പറഞ്ഞ പ്രകാരമാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തേക്കുക എന്നിങ്ങനെ അവരോട് പറയുവാൻ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിക്കുകയാണ്. അടുത്ത ആയത്തിൽ ഇങ്ങനെ അറിയിക്കുകയും ചെയ്യുന്നു.